ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ആണ്. അത് എക്സാമിന് എറർലെസ് ക്വസ്റ്റ്യനും റോങ് ആൻഡ് റൈറ്റ് ആൻസർ ക്വസ്റ്റ്യനും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അതിൻ്റെ മൂന്നാമത്തെ സെക്ഷനാണ് നമ്മളിപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഐദർ, എനി, നെയ്തർ, നൺ, ഈച്ച്, എവരി. ഇത് സബ്ജക്റ്റിൽ വരുമ്പോൾ വെർബ് സിംഗുലർ ആയിരിക്കും. ദ സബ്ജക്ട്സ് ഈച്ച്, എനി, ഐദർ, നൺ ആൻഡ് നെയ്തർ ഓൾവേസ് ടേക്ക് സിംഗുലർ വെർബ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഐദർ എന്ന് പറയുമ്പോൾ രണ്ട് പേഴ്സണെ അല്ലെങ്കിൽ തിങ്സിനെ കുറിച്ച് പറയുമ്പോഴുള്ള സബ്ജക്റ്റാണ്. എനി നമ്മൾ ഉപയോഗിക്കേണ്ടത് രണ്ടോ അതിലധികമോ, രണ്ടിലധികം വരുമ്പോഴുള്ള പേഴ്സണെയോ തിങ്സിനെയോ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ എനി ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ അത് ഈ ഐദറും എനിയും പോസിറ്റീവ് സെൻസിൽ ഉപയോഗിക്കുന്നു. നെയ്തറും നണ്ണും നെഗറ്റീവ് സെൻസിലാണ് ഉപയോഗിക്കുന്നത്. നെയ്തർ നമ്മൾ രണ്ട് പേഴ്സണെയോ തിങ്സിനെയോ കുറിച്ച് പറയുമ്പോഴാണ് ഉപയോഗിക്കേണ്ടത്. നണ്ണ് രണ്ടിലധികം പേഴ്സണെയോ തിങ്സിനെ കുറിച്ച് പറയുമ്പോൾ നണ്ണ് ഉപയോഗിക്കും. ഈച്ച്, എവരി. ഈച്ച് ഒരു ഗ്രൂപ്പിലെ ഓരോ വ്യക്തികളെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്നു. എവരി ആ ഗ്രൂപ്പിനെ മൊത്തത്തിൽ പറയാൻ ഉപയോഗിക്കുന്നു. എവരി അഡ്ജക്റ്റീവായിട്ടാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടും അത് സിംഗുലർ വെർബായിട്ടുള്ള ആണ് നമ്മൾ സബ്ജക്റ്റിൽ വരുമ്പോൾ എടുക്കേണ്ടത്. നമുക്ക് എക്സാമ്പിൾ കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാകും. അപ്പോൾ ഞാൻ എക്സാമ്പിൾ ഇവിടെ സൂചിപ്പിക്കാം. അത് സബ്ജക്റ്റ് ഈച്ച്, എനി, നെയ്തർ, നണ്ണ്, ഈച്ച്, എവരി സബ്ജക്റ്റിൽ വന്നാൽ വെർബ് സിംഗുലർ ആയിരിക്കും. ഈച്ച് ഗേൾ ഈസ് ഓർ ആർ റെഡി ടു അറ്റൻഡ് ദ ഫംഗ്ഷൻ. എവരി സ്റ്റുഡൻറ്റ് വാസ് ഓർ വെയർ എക്സ്പെക്റ്റഡ് ടു ബി ഒബീഡിയൻറ്റ്. നെയ്തർ ഓഫ് ദ പ്ലാൻസ് സൂട്ട് ഓർ സൂട്ട്സ് ഹിം. എവരി മാൻ, വുമൺ ആൻഡ് ചൈൽഡ് വാസ് ഓർ വെയർ ഹാപ്പി ടു സീ ദ താജ്മഹൽ. Each boy and each girl is or are expected to be present. Each male and every female was or were capable of doing the work. ഇവിടെ ഈച്ച്, എവരി, നെയ്തർ, എവരി മാൻ, ഈച്ച് ബോയ് ആൻഡ് ഈച്ച് ഗേൾ, ഈച്ച് മെയിൽ ആൻഡ് എവരി ഫീമെയിൽ എന്നിവ ആദ്യം വരുന്നതുകൊണ്ട് സബ്ജക്റ്റ് സിംഗുലറാണ്. അതുകൊണ്ട് വെർബ് സിംഗുലറായിട്ടുള്ള ഈസ്, വാസ്, സൂട്ട്സ്, ഈസ്, വാസ് ആണ് ഇവിടെ വെർബ് ശരിയായിട്ടുള്ളത്. എക്സാമ്പിളോട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, വി ഈച്ച് ഹാവ് ഓർ ഹാസ് എ ഡ്യൂട്ടി ടുവേഡ്സ് അവർ നേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സെൻറ്റൻസിൽ ഈച്ച് അല്ല ആദ്യം വരുന്നത്, വി ആണ്. അതുകൊണ്ട് ഇവിടെ സിംഗുലർ അല്ല, വെർബ് പ്ലൂറലാണ്. പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് പ്ലൂറൽ വെർബായ ഹാവ് ആണ് ആൻസർ. ബോയ്സ് ആൻഡ് ഗേൾസ് ഈച്ച് വെയർ ഓർ വാസ് റെഡി ടു വർക്ക്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബോയ്സ് ആൻഡ് ഗേൾസ് പ്ലൂറലാണ്, അതുകൊണ്ട് പ്ലൂറൽ വെർബായിട്ടുള്ള വെയർ ആണ് ആൻസർ. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന എക്സാമ്പിളാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആ സെൻറ്റൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഹി ഹാസ് 3 sons ബട്ട് നൈദർ ഓഫ് ദം ഈസ് ഹാർഡ് വർക്കിംഗ്. ഇവിടെ ഹി ഹാസ് 3 sons കഴിഞ്ഞ് ബട്ട് വരുന്നുണ്ട്. ബട്ട് ഒരു കൺജക്ഷനാണ്. അത് ഒരു പോസിറ്റീവിനെയും ഒരു നെഗറ്റീവിനെയും ആണ് ഇവിടെ നമ്മൾ ഈ സെൻറ്റൻസിൽ കൊണ്ട് മനസ്സിലാക്കുന്നത്. ഹി ഹാസ് 3 sons എന്നുള്ളത് പോസിറ്റീവും, നൈദർ ഓഫ് ദം ഈസ് ഹാർഡ് വർക്കിംഗ് ഈസ് നെഗറ്റീവുമാണ്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, രണ്ട് പേരെ കുറിക്കുമ്പോഴാണ് നമ്മൾ നെയ്തർ ഉപയോഗിക്കുന്നത് നെഗറ്റീവ് സെൻസിൽ. പക്ഷേ രണ്ടിലധികം പേരാണ് ഇവിടെ ഉള്ളത്, അതുകൊണ്ട് ഇവിടെ നണ്ണാണ് വരുന്നത്. ഒരു എക്സാമ്പിളോട് നമുക്ക് നോക്കാം. നെയ്തർ ഓഫ് ദ 5 അക്യൂസ്ഡ് വാസ് പ്രസൻറ്റ് അറ്റ് ദ. അങ്ങനെ സെൻറ്റൻസ് പോവുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് നൈദർ ഓഫ് ദ 5 അക്യൂസ്ഡ്. ഇവിടെ നൈദർ എന്നുള്ളത് രണ്ട് പേരെ മാത്രം സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് രണ്ടിലധികം പേരെ സൂചിപ്പിക്കാൻ നൺ ഉപയോഗിക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇവിടെ നൺ ഓഫ് ദ 5 അക്യൂസ്ഡ് വാസ് പ്രസൻറ്റ് ആണ് ശരിയായിട്ടുള്ളത്.
ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എവരി എന്ന് പറയുന്നത് എപ്പോഴും അഡ്ജക്റ്റീവ് ആണ് വരുന്നത്, എങ്കിലും അതിന് സിംഗുലർ വെർബായിട്ടുള്ള അതാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നാൽ എയ്തർ എനി ഒരു പ്രോനൗണുമാണ്, അഡ്ജക്റ്റീവാണ്. അതുപോലെ തന്നെയാണ് നൈതറും നണ്ണും അതൊരു പ്രോനൗണുമാണ്, അഡ്ജക്റ്റീവാണ്. നമുക്ക് അതിൻ്റെയും എക്സാമ്പിൾസ് മനസ്സിലാക്കാം. ഒന്നാമത്തത് ഐദർ സ്റ്റുഡൻറ്റ് വാസ് പ്രസൻറ്റ്. ഇവിടെ സ്റ്റുഡൻറ്റ് എന്നുള്ള നൗണിൻ്റെ മുമ്പാണ് ഐദർ വന്നിരിക്കുന്നത്. അവിടെ അതുകൊണ്ട് ഐദർ അഡ്ജക്റ്റീവായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. 2 ഐദർ ഓഫ് ദ സ്റ്റുഡൻറ്റ്സ് വാസ് പ്രസൻറ്റ്. ഇവിടെ നമ്മൾ നോക്കണം, ഓഫിന് മുമ്പ് വരുന്നതാണ് സബ്ജക്റ്റ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ ഇവിടെ ഐദർ വന്നിട്ടുണ്ട്, അത് പ്രോനൗണാണ്. പ്രോനൗൺ ആയതുകൊണ്ട് തന്നെ അത് സബ്ജക്റ്റായിട്ടുള്ള ഐദറാണ്. അപ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ മനസ്സിലാക്കിയത് എനി മോർ ദാൻ 2, നൺ മോർ ദാൻ 2. ബോത്ത് നമ്മൾ സബ്ജക്റ്റ് വരുമ്പോൾ അത് പ്ലൂറലാണ്. ഇവിടെ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് തരാം, അത് നിങ്ങൾ ആൻസറായിട്ട് കമൻറ്റ് ചെയ്യുക. ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ദാൻ ഐദർ ഓഫ് ഹെർ 3 സിസ്റ്റേഴ്സ്. ഹി ഹാസ് 3 സൺസ് ബട്ട് നൈദർ ഓഫ് ദം ഈസ് ഹാർഡ് വർക്കിംഗ്. നൈദർ ഓഫ് ദ 5 അക്യൂസ് വാസ് പ്രസൻറ്റ്. ഇത് നിങ്ങൾ ആൻസറായിട്ട് കമൻറ്റ് ചെയ്യുക. ഇച്ച് ബോയ് ഈസ് ഓർ ആർ പ്രസൻറ്റ്. ഈച്ച് ഓഫ് ദ ബോയ്സ് ഈസ് ഓർ ആർ പ്രസൻറ്റ്. Either of boy is present. Either of the boys is or are present. Each and every student is or are present. ഇത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.